നയാഗ്ര ഫാൾസിൽ തന്നെയാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എത്ര സമയമായി കാണുമെന്ന്? ഇത് രാത്രി 7:30 ഉള്ള സീനാണിത്. കാനഡ നയാഗ്രയിൽ. നമ്മുടെ നാട്ടിലൊക്കെ 7:30 ആയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. ഓരോ സ്ഥലത്തും, ലോകത്തിൻ്റെ ഓരോ സ്ഥലത്തും എല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിൽ 7:30 രാത്രിയാവും, പക്ഷേ ഇവിടെയൊക്കെ രാത്രി ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9 മണിയൊക്കെ ആവണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ബാറുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വാട്ടർഫാൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോട്ട് ഡോഗ്സും അതുപോലെ തന്നെ ബർഗേഴ്സൊക്കെ കഴിച്ച് മടുത്തു. അപ്പോൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ റാഫ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇത്രയൊക്കെ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ചൂട് അത്രയും ഇല്ല. കാരണം ഹ്യൂമിഡിറ്റി ഏകദേശം 65% മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ എത്ര നടന്നാലും നമ്മൾ ടയർഡാവത്തില്ല, അതുപോലെ തന്നെ വേർക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ അവിടുത്തെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് തന്നെ 2-3 ദിവസം ഇട്ടാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല കേട്ടോ. എന്നാലും കാരണം നമ്മൾ സാധാരണ ഡ്രസ്സ് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിയുമ്പോഴാണല്ലോ. പക്ഷേ ഇവിടെ ആ ഒരു വെതർ കണ്ടീഷൻ വെച്ച് മുഷിയാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. സോ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. ബാക്കി റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഞാൻ കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഫുഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഇവിടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നല്ല റേറ്റിംഗൊക്കെ കാണുന്നുണ്ട്. സോ നല്ലതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ പറയുന്നു, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള കാർ ബ്രാൻഡ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. സുബ്രാവും മസ്ദായും. നമ്മുടെ നാട്ടിലെ മസ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറിയാണ്. പക്ഷേ ഇവിടെ അവരുടെ കാറുകളൊക്കെ ഒത്തിരി ബ്രാൻഡുകൾ, നമ്മുടെ ലിങ്കൺ ഫോർഡിൻ്റെ ലക്ഷറി ബ്രാൻഡ്, അതുപോലെ തന്നെ ഇൻഫിനിറ്റി, ഒത്തിരി ബ്രാൻഡുകളൊക്കെ കാണാം. എന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു ഗ്രാഹകത്വം നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ പോയാലുള്ളൂ ശരിയാവുള്ളൂ. സോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ കഴിച്ച ചോറും ബീഫും മീൻകറിയും പായസവും പുളി അച്ചാറും കൂടാതെ റാഫ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര് വരുന്നത്. നല്ല ടേസ്റ്റ്. നമ്മളിപ്പോൾ നയാഗ്രയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. റെസിഡൻഷ്യൽ ഏരിയ ഇത് കണ്ടോ, എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് എനിക്ക്. ഫെൻസസ് ഒന്നുമില്ല, വലിയ മതിലുകളൊന്നുമില്ല. ഇങ്ങനെ ഓപ്പണായിട്ടാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയാസ്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. ഈവൻ ഒരു റോഡ് ക്രോസിങ് വരെയും അതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു വില്ല പോലത്തെ നമ്മുടെ നാട്ടിലെ വില്ല പോലത്തെ ഒരു പ്രൊജക്റ്റാണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുള്ളാണ്. എന്തായാലും ഈ സ്ഥലമൊക്കെ, അതായത് പൊല്യൂഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വേസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഞാനിവിടെ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാടും മാറും. ഇവിടെ ഒരാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് ഫോളോ ചെയ്യും എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലും നമ്മൾ ഓരോരുത്തരും മാറിക്കഴിയുമ്പോൾ നമ്മുടെ നാടും മാറും. നമുക്കിവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മതിലുകളൊക്കെ കളഞ്ഞു, അല്ലെ വേലികളൊന്നുമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ ആണോയെന്നറിയത്തില്ല, എങ്കിലും എന്തായാലും ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്കൊത്തിരി വലിയ പാഠമാണ് ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ടി വിക്കകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ടി വിക്കകത്തൊക്കെ. പക്ഷെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ.